റിയാസ് സലീം ഇവന് ഒരു ട്രാൻസ്ജെൻഡർ ആണെന്നാണ് ഓൻ പറയണത്. പക്ഷെ ഇവൻ എന്നാലും ആണിന്റെ വായിൽ നടക്കണം, എന്നാലും ഇങ്ങനെ ഒരു നടത്തല്ലേ. ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് നമുക്ക് കിളി കയറൂലേ. പിന്നെ അതേമാതിരി ലാലേട്ട മറ്റേ അതിൽ ഇതൊക്കെ പറഞ്ഞില്ലേ, ഓരെന്റെ പെരയിൽ കയറ്റൂലേ, അതൊക്കെ ഇങ്ങനെ. ഞാൻ ആ റിയാക്ഷൻ വീഡിയോന്റെ അക്കൗണ്ട് എന്തിനാ വെച്ചാല് എനിക്ക് ചില റീലൊക്കെ ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ ഇടി കയറും. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഇതേമാതിരി കമന്റ് തീർക്കാണ്ട കലിപ്പ് തീർക്കല്. ഇപ്പൊ ഇതേമാതിരി ഇങ്ങനെയാണ് വീഡിയോ വെക്കും, എന്നിട്ട് ഇന്റെ ദേഷ്യം എന്തൊക്കെയാണ് ആ ഒന്നായിട്ട് സമുദായത്തിനോടാണ് പറയും, എന്നിട്ട് നേരാണ് പോസ്റ്റ് ചെയ്യും. അങ്ങനെ തന്നെ പിന്നെ കേറി കാണാറുണ്ട്. പിന്നെ കാണണമെന്ന് കമന്റ് നല്ലത് പരിസരത്തോട്ട് പോണ്ട. അതല്ല അപ്പൊ ലാലേട്ടൻ പറഞ്ഞ അത് ഇഷ്ടപ്പെട്ടില്ല. അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാല് എന്താണ്, അതിലെനിക്ക് ലക്ഷ്മിനെ ഭയങ്കര ഇഷ്ടപ്പെട്ട്, അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ ലക്ഷ്മിനോട് ചെറിയ സപ്പോർട്ട് ചെയ്തിട്ടൊരു സംസാരിച്ചതാണ്. കാരണം എന്താണ്, ഇങ്ങനത്തെ ഒരു പെര കയറ്റാൻ പറ്റൂല എന്ന് ലക്ഷ്മി പറഞ്ഞത് ശരിയാണ്. കാരണം ഞാൻ കണ്ട ഇങ്ങനത്തെ എന്ന് പറഞ്ഞാല് ഞാൻ ട്രെയിനിൽ നിന്ന് കാണുന്ന പോലാണ്. മനസ്സിലായ ഓലൊക്കെ ലാലേട്ടൻ പെര കയറ്റുമോ, ഓലൊക്കെ കയറ്റും. പിന്നെ അവിടെ വരിക്കും ഞാൻ നിൽക്കൂ പിറ്റേ ദിവസം ഏറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ ലാലേട്ടൻ പറഞ്ഞത് അതിലേനി നൂറേനിയല്ലേ. അതാണ്. അപ്പൊ അതും ഇതും തമ്മിൽ ഭയങ്കര അല്ല, അത് ശരിയാണ്, ഓലെയാണ് ലാലേട്ടൻ പറഞ്ഞെങ്കിലും പക്ഷെ നമ്മക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണേ നമ്മളെ ലോകത്ത് വെച്ചല്ലേ ചിന്തിക്കുള്ളൂ. പിന്നെ അതായത് എന്റെ വീഡിയോ കാണുന്ന ഫോളോവേഴ്സ് എന്റെ ലോകത്തല്ലേ ഉള്ളത്. അപ്പൊ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ആൾക്കാർ കാണത്തുള്ളൂ. ഈ ശരിക്കും സംസാരിക്കുന്ന ഇതേ ടോണിൽ തന്നെയാണോ മറ്റേ വീഡിയോക്കും വോയിസ് ഓവർ? പക്ഷെ വോയിസ് ഓവർ കൊടുക്കുമ്പോ നമ്മ അവതരിപ്പിക്കല്ലേ. ഇപ്പൊക്കെ ഞാൻ സംസാരിക്കുകയാണ് സാധാ, ഇപ്പൊ ചെങ്ങായിമാരോടായാലും. ഇപ്പൊ നമ്മളിപ്പോ വന്ന ഉടനെ നമുക്ക് അങ്ങനെ സംസാരിക്കാൻ കഴിയില്ല, കാരണം നമ്മൾ കാണാത്ത ആൾക്കാരാണ്. പക്ഷെ നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ നല്ല സംസാരിക്കും. പക്ഷെ വോയിസ് ഓവർ എന്താ വെച്ചാല് നമ്മള് ഹലോ ഗൈസ് അങ്ങനെയൊക്കെ പറയുമ്പോ കുറച്ച് അവതരണാണ്. അവതരിപ്പിക്കുമ്പോ നല്ല എനർജി പോകും. ഒരു വീഡിയോ ഒക്കെ ഉണ്ടാക്കാൻ ഒരു മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ എടുക്കും. പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ പറയില്ല, ഹലോ ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് അവിടെയാണ് ഇവിടെയാണ് ഇതാണ്. ചിലവർ എന്നോട് എഴുതി വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ ഇതങ്ങനല്ല, നമ്മങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുക, എന്നിട്ട് ഇങ്ങനെ പറയാം. ഇപ്പൊ ശ്രദ്ധിച്ച് പറയണം. ഞാൻ എൻ്റെ എന്ന് പറഞ്ഞാൽ തൊള്ളക്ക് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് എന്താ പറയണെന്ന് പറയില്ല. അപ്പൊ ഞാൻ ഒന്നും കൂടി കേട്ട് നോക്കും. അത് കുഴപ്പമൊന്നുമില്ല, കേസ് വരുമോ? ഇല്ല. പിന്നത്തെ കേസ് വരൂലേ. പിന്നെ ഉണ്ടാവും നാളെ യൂട്യൂബർ അനസ് പിടിയിൽ നിന്നൊക്കെ വരും. ഈ അനാഷ് എന്നുള്ള പേരെങ്ങനെ വന്ന്? അനാഷ് എന്ന് പേര് ഞാൻ എല്ലാവരോടും പറയണം. ഈ എന്താണ്, നമ്മ ഈ 2002, 2003 ആ ടൈമിൽ ജനിച്ചവർക്ക് എല്ലാവർക്കും അൻസ്. ഞാൻ പഠിച്ച സ്കൂളിലുണ്ടാവും ഒരു 10-15 അൻസ്. ഇനിയിപ്പോൾ ജാമ്യ മില്ലയിലായാലും അവിടെ ഉണ്ടാവും കുറേ അൻസെന്ന് വിളിക്കുമോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കും, അപ്പം ഉണ്ടാവും ആനയെന്നറിയും. അങ്ങനെ ഫുള്ള് ഒരു അനസായി, എല്ലാവരും അൻസ്. എവിടെ പോയാലും ഉണ്ടാവും അവിടെ ഒരു അൻസ്. അപ്പം ഞാൻ എന്ത് ചെയ്ത്, കുറച്ചൊന്ന് പേര് ചേഞ്ച് ആക്കൂല. പണ്ടിന്റെ ഇൻസ്റ്റയുടെ പേരെന്തേന്, അനസ് ഡിസൈർ. ഇപ്പൊ എന്നിട്ട് പിന്നെ ഞാൻ ഡിഗ്രിക്ക് പോയപ്പം അവിടെ ഒരു കുട്ടിന്റെ പേരുണ്ടേന് ഓക്കെ വെച്ചിട്ട്. അപ്പൊ പിന്നെ എന്റെ പേര് ഇങ്ങനെ ഓക്കെ അനാഷ്, അത്രേ ഉള്ളൂ. ഓരോരുത്തരും ഇങ്ങനെയൊക്കെ ആവും ചോദിക്കുക. എന്നാൾ ഇതിന് മുമ്പ് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ആ പെണ്ണ് ചോദിക്കണ്ടേ ഫുൾ ടൈം ഓക്കെ ആയോണ്ടാണ് ഓക്കെ അനാഷ് എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ അങ്ങനെയും പറയാം.